Welcome to KAS Mentor, where your dream job is just another reality. Hi friends, welcome to KAS Mentor. KAS Mentor അവതരിപ്പിക്കുന്ന ഓൺലൈൻ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമി ആൻഡ് പ്ലാനിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വിവിധങ്ങളായ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് മുതലായ ബോഡീസിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഫോർമേഷൻസ്. നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ചരിത്രമാണ്. സോ ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രപ്പോസൽസ് ദാറ്റ് വാസ് ഒക്കേർഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്ലാനിംഗ് ആണ്. അല്ലെങ്കിൽ ഈ പ്ലാനിംഗ് വരുന്നതിന് മുന്നേ, നമ്മൾക്കറിയുന്ന ആസൂത്രണം വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡിഫറെൻറ്റ് പ്രപ്പോസൽസ് ആണ്. അതിൽ ഡിഫറെൻറ്റ് ഡിഗ്നിറ്ററീസിൻ്റെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞ ആശയങ്ങളും അവർ പറഞ്ഞ ഐഡിയാസും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായി എന്താണ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ പ്ലാനിങ്? സോ ഇത് മനസ്സിലാക്കാനായി ഞാൻ നിങ്ങളെ ഒരു പിക്ചർ പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാം, സാധാരണ എല്ലാ മദേഴ്സ് ഡേക്കും പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസായി കാണുന്ന ഒരു ചിത്രമാണിത്. ഡിഫറെൻറ്റ് ജോബ്സ് ഒരു നിശ്ചിത സമയത്തിൽ ചെയ്തു തീർക്കുന്ന ഒരു അമ്മയുടെ പടം. സോ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് നിശ്ചിത സമയത്തിൽ, പരിമിതമായ സമയത്തിൽ ഡിഫറെൻറ്റ് ജോബ്സ് ചെയ്തു തീർക്കാൻ കഴിയുന്നത്? ബിക്കോസ് ഓഫ് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ്. പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിമിതമായ ടൈം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരമ്മ. ഇതുപോലെ തന്നെയാണ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രപ്പോസ്ഡ് ലിസ്റ്റ് ഓഫ് ഗോൾസ് ആൻഡ് എക്കണോമി വാണ്ട്സ് ടു അച്ചീവ് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം എന്ന് പറയും. ഒരു നിശ്ചിതമായ സമയത്തിൽ ഒരു എക്കണോമി, ഒരു സമ്പദ്ഘടന അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് ഗോൾസ് ആണ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഒരു ആസൂത്രണം എന്ന് പറഞ്ഞാൽ. സോ ഈ പറഞ്ഞ രാജ്യത്തിന് പരിമിതമായ റിസോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാർഗറ്റ്സ് ഒരു കൺട്രി അച്ചീവ് ചെയ്യുന്നത്? അതാണ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് സജസ്റ്റ് ഓപ്റ്റിമം വേസ് ടു ഹൗ ടു യൂട്ടിലൈസ് ദ ലിമിറ്റഡ് റിസോഴ്സ് ഓഫ് എ കൺട്രി ടു അച്ചീവ് ദീസ് എൻലിസ്റ്റഡ് ഗോൾസ് എന്ന് പറയും. സോ ഈ ഗോൾസ് എങ്ങനെ ഒരു കൺട്രി അച്ചീവ് ചെയ്യുന്നു, അതിനുവേണ്ടി ഏതൊക്കെ രീതിയിൽ അവരുടെ റിസോഴ്സ് ഉപയോഗിക്കണം, ഇതെല്ലാം പഠനമാണ് എക്കണോമിക് പ്ലാനിംഗ് അഥവാ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. സോ നമുക്ക് കടക്കാം. വാട്ട് ആർ ദ വേരിയസ് പ്രപ്പോസൽസ് ബിഫോർ ദ കമ്മിങ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി വരുന്നതിന് മുന്നേ എന്തൊക്കെ പ്രപ്പോസൽസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ഐഡിയാസ് ആണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉടലെടുത്തത് നോക്കാം. ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യയിൽ ആദ്യമേ പഠിക്കുന്നത് വിശ്വേശ്വരയ്യ പ്ലാൻ ആണ്. സോ പേര് സൂചിപ്പിക്കുന്ന പോലെ ദിസ് പ്ലാൻ വാസ് പ്രപ്പോസ്ഡ് ബൈ എം വിശ്വേശ്വരയ്യ, മോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ. 1934 വിശ്വേശ്വരയ്യ പ്ലാൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. 1934 എം വിശ്വേശ്വരയ്യ ഒരു ബുക്ക് എഴുതിയിരുന്നു. ആ ബുക്കിൻ്റെ പേര് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഈ ബുക്കിലാണ് വിശ്വേശ്വരയ്യ പ്ലാൻ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സോ ഇൻ ദിസ് പ്ലാൻ ഹി പ്രപ്പോസ്ഡ് എ 10-year പ്രപ്പോസലാണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആസൂത്രണമാണ് വിശ്വേശ്വരയ്യ പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ മെയിൻ ഐഡിയ ഓഫ് ദിസ് പ്ലാൻ വാസ് ടു ഷിഫ്റ്റ് ദ ലേബറേഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ തൊഴിലാളികളെ വ്യവസായ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞ എക്കണോമിക് പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രപ്പോസലിൽ വിശ്വേശ്വരയ്യ പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. അതായത് ഇന്ത്യയിൽ ഒരു വ്യവസായവൽക്കരണം വരണമെന്നും കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ വ്യവസായ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നും ഇദ്ദേഹം ഈ പറഞ്ഞ വിശ്വേശ്വരയ്യ പ്ലാനിൽ പ്രപ്പോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറയുകയാണെങ്കിൽ ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി എം വിശ്വേശ്വരയ്യാണ്. അതുപോലെ ഹി വാസ് ദ ആർക്കിടെക്ട് ഓഫ് മൈസൂർ സിറ്റി. അതുപോലെ ഹൈദരാബാദിലെ ഫ്ലഡ് പ്ലാനിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. അതുപോലെ വൃന്ദാവൻ ഗാർഡൻസിൽ കാണുന്ന കൃഷ്ണരാജ സാഗർ ഡാം, അതിൻ്റെ ആർക്കിടെക്റ്റും എം വിശ്വേശ്വരയ്യാണ്. അതുപോലെ ഇദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ് സമയത്ത് ദിവാൻ ഓഫ് മൈസൂർ ആയിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ആൻഡ് സെലിബ്രേറ്റഡ് ഓൺ September 15. സോ നമ്മൾ PSC എക്സാമുകളിലൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാഷണൽ ഈ ഡേയ്സ് ഒക്കെ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഇപ്പോൾ നാഷണൽ ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേയ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ ഇതിന് തീംസ് ചോദിക്കാറുണ്ട്. സോ ഈ പറഞ്ഞ 2020-ലെയും 2019-ലെയൊക്കെ ഓരോ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ തീംസ് എന്താണെന്നും പൊതുവെ എക്സാംസ് കാണാറുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് 2020-ലെ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേയുടെ തീമാണ്. സോ ദ തീം വാസ് എഞ്ചിനീയേഴ്സ് ഫോർ എ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ വാസ് ദ തീം ഓഫ് 2020 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ. 2019 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേയുടെ തീം
എഞ്ചിനീയറിംഗ് ഫോർ ചേഞ്ച് എന്നാണ്. സോ അറിഞ്ഞിരിക്കുക വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ദ തീംസ് ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. സോ നെക്സ്റ്റ് പ്രപ്പോസലിലേക്ക് പോവാണ്. ആൻഡ് ഇറ്റ് വാസ് ഫിക്കി പ്രപ്പോസൽ. 1934 വന്ന മറ്റൊരു പ്രപ്പോസലാണ് ഫിക്കി പ്രപ്പോസൽ. സോ ഫിക്കി റെഫേഴ്സ് ടു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. സോ ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഒരു സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. സോ 1934 ഇവർ പ്രപ്പോസ് ചെയ്തൊരു പ്രപ്പോസലാണ് ഫിക്കി പ്രപ്പോസൽ. ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ദിസ് പ്രപ്പോസൽ ഫിക്കി വാസ് ചെയർഡ് ബൈ N.R. ശങ്കർ എന്നൊരു വ്യവസായിയായിരുന്നു ഫിക്കി ചെയർ ചെയ്തത്. ഈ പറഞ്ഞ ഫിക്കി പ്രപ്പോസലിൽ they suggest that there is a need to form a national planning commission for centralization of planning. അതായത് കേന്ദ്രതലത്തിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കണമെന്നാണ് ഫിക്കി പ്രപ്പോസൽ പ്രപ്പോസ് ചെയ്തത്. സോ അറിഞ്ഞിരിക്കുക, it was proposed under the presidency of N.R. ശങ്കർ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് 1938 രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. സോ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽ ലീഡേഴ്സ് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്ലാനിംഗ് തയ്യാറാക്കാൻ വേണ്ടി രൂപീകരിച്ച ആദ്യത്തെ ബോഡിയായിരുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ഇറ്റ്സ് 1938 ഹരിപുര സെഷൻ. ഹരിപുര സെഷൻ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് ദിസ് ഫോർമേഷൻ INC പ്രസൈഡ് ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സോ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 INC സെഷനിൽ രൂപീകരിക്കുകയും നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി പ്രസൈഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ ദ ചെയർമാൻ അല്ലെങ്കിൽ ദ ജനറൽ സെക്രട്ടറി ഓഫ് ദിസ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് KT ഷാ. സോ ദിസ് ചെയർമാൻ ഓഫ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് ജവഹർലാൽ നെഹ്റു, വൈൽ ദ ജനറൽ സെക്രട്ടറി ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് KT ഷാ. അതുപോലെ ഈ കമ്മിറ്റി രൂപീകരിച്ചത് 1938 പക്ഷേ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് റിലീസ് ചെയ്തത് 1948-49 പീരീഡിലാണ്. സോ നോക്കുവാണെങ്കിൽ ഒരു 10 ഇയർ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ബിക്കോസ് 1939 to 1945 നമ്മുടെ ലോകതലത്തിൽ വേൾഡ് വാർ 2 ആഞ്ഞടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ വർക്കിംഗ് ഡിലേ വരുന്നു. അങ്ങനെ 1948-49 പീരീഡിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ പൊതുമേഖലാ തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഹെവി ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യണം. അതുപോലെ കാർഷിക മേഖലയ്ക്കും അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രിക്കും ഊന്നൽ കൊടുക്കണമെന്നും നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്തിരുന്നു. സോ അറിഞ്ഞിരിക്കേണ്ടത് ദ മെയിൻ പ്രപ്പോസൽ വാസ് ടു ഫോം ഹെവി ഇൻഡസ്ട്രീസ് ഇൻ ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലാ തലത്തിൽ ഹെവി ഇൻഡസ്ട്രീസ് നിർമ്മിക്കണമെന്നൊരു പ്രപ്പോസലാണ് ഈ പറഞ്ഞ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി പറഞ്ഞത്. സോ ഒരു വ്യവസായവൽക്കരണം എന്നൊരാശയം നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വശരീര പ്ലാനിലും അതുപോലെ തന്നെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയിലും പറയുന്നത് കാണാൻ കഴിയും. അടുത്തത് നോക്കേണ്ടത് ബോംബെ പ്ലാനാണ്. സോ ബോംബെ പ്ലാൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള 8 വ്യവസായികളാണ് ബോംബെ പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. സോ ബോംബെ പ്ലാൻ്റെ ശരിയായ പേര് എ ബ്രീഫ് മെമ്മറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ്. സോ ഈ റിപ്പോർട്ടിനെയാണ് പ്രിസൈസ് ആയിട്ട് നമ്മൾ ബോംബെ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള 8 വ്യവസായികളാണ്. ഈ റിപ്പോർട്ട് എഡിറ്റ് ചെയ്തത് പുരുഷോത്തം ദാസ് താക്കൂർദാസ് എന്ന വ്യവസായിയായിരുന്നു. സോ 8 വ്യവസായികളുടെ പേര് നോക്കുകയാണെങ്കിൽ ടാറ്റയുണ്ട്, ബിർളയുണ്ട്, കസ്തൂർബായ് ലാൽബായ് ഉണ്ട്, ശ്രീറാം ഉണ്ട്, അതുപോലെ പുരുഷോത്തം ദാസ് താക്കൂർദാസ് ഉണ്ട്, ആദിഷ് ദലാൽ ഉണ്ട്, ഷ്രോഫ് ഉണ്ട്, അതുപോലെ ജോൺ മത്തായി ഉണ്ട്. ഈ പറഞ്ഞ ബോംബെ പ്ലാനിൻ്റെ ഈ 8 വ്യവസായികളെ ലീഡ് ചെയ്ത വ്യക്തി ആദിഷ് ദലാലാണ്. സോ ആദിഷ് ദലാൽ വാസ് ദ ലീഡർ ഓഫ് ദീസ് 8 വ്യവസായിസ് അല്ലെങ്കിൽ 8 വ്യവസായികളെ ലീഡ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ആദിഷ് ദലാൽ ആയിരുന്നു. അതുപോലെ ഇതിലൊരു മലയാളിയുണ്ട്. ആ മലയാളിയുടെ പേര് ജോൺ മത്തായി എന്നാണ്. സോ ജോൺ മത്തായിയെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പൊസിഷൻസ് വഹിച്ചൊരു വ്യക്തിയാണ് ജോൺ മത്തായി. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആവുന്ന വ്യക്തി ജോൺ മത്തായി ആണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ജോൺ മത്തായി ആണ്. അതുപോലെ ഇന്റർ ഗവൺമെന്റ് സമയത്തും അതുപോലെ ഇന്റർ ഗവൺമെന്റ് ശേഷവും ധാരാളം പൊസിഷൻസ് മിനിസ്ട്രി തലത്തിൽ വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺ മത്തായി. ഇദ്ദേഹത്തിന് ഒരു നെവ്യൂ ഉണ്ട്. നെവ്യൂയുടെ പേര് നമുക്കറിയാം, വർഗീസ് കുര്യൻ എന്നാണ്. സോ വർഗീസ് കുര്യൻ വാസ് ഫേമസ് ഫോർ ദ വൈറ്റ് റെവല്യൂഷൻ ഇന്ത്യ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന് പേരുകേട്ട വ്യക്തിയാണ് നമ്മുടെ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ഇദ്ദേഹത്തിൻ്റെ നെവ്യൂ ആണ്. ജോൺ മത്തായിയുടെ നെവ്യൂ ആണ് വർഗീസ് കുര്യൻ. അതുപോലെ തന്നെ ഹീസ് നോൺ ആസ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഇല്ലേ. വർഗീസ് കുര്യൻ ഈസ് ഓൾസോ നോൺ ആസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. സോ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ പ്രപ്പോസൽ നോക്കുവാണെങ്കിൽ ബോംബെ പ്ലാൻ പറയുന്നത് ഒരു 15 ഇയർ പ്ലാനാണ്. സോ മുൻകാലങ്ങളുണ്ടായിരുന്ന പ്രപ്പോസൽ നോക്കൂ,
വിശ്വേശ്വരയ്യ പ്ലാൻ പറഞ്ഞ എന്താണ്, ഒരു 10-year പ്ലാനാണ്. പക്ഷേ ബോംബെ പ്ലാൻ പറഞ്ഞത് ഒരു 15 year നീണ്ടു നിൽക്കുന്ന പ്ലാനാണ്. ആൻഡ് ഈ പ്ലാന് എയിം ചെയ്യുന്നത് ടു ഡബിൾ ദ അഗ്രികൾച്ചർ ഇൻപുട്ട് ആൻഡ് ദ 5-fold ഇൻക്രീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആണ്. വ്യവസായ മേഖലയിൽ 5 ഇരട്ടി വളർച്ചയും കാർഷിക മേഖലയിൽ 2 ഇരട്ടി വളർച്ചയുമാണ് ബോംബെ പ്ലാൻ പറഞ്ഞത്. സോ ഇദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞ പ്രപ്പോസൽ പറയുന്നത്, ഈ പറഞ്ഞ രീതിയിൽ, ഇവർ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ 15 വർഷം കൊണ്ട് കാർഷിക മേഖലയിലും അതുപോലെ വ്യവസായ മേഖലയിലും വലിയ വളർച്ച ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ പറയട്ടെ, ഈ പറഞ്ഞ പ്രപ്പോസൽ നടപ്പിലാക്കാനായി വലിയൊരു ആക്ടിവിറ്റി ഒന്നും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുപോലെ ഗവൺമെൻറ് നിശ്ചിതമായ സമയങ്ങളിൽ, വിവിധങ്ങളായ സമയങ്ങളിൽ വിപണിയിൽ ഇടപെടണമെന്നും മാർക്കറ്റിൽ ഇൻ്റർവ്യൂ ചെയ്യണമെന്നും ബോംബെ പ്ലാൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബോംബെ പ്ലാൻ. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. 1944-45 പീരീഡിൽ വന്ന പീപ്പിൾസ് പ്ലാൻ, ഓൾസോ കോൾഡ് ആസ് റാഡിക്കൽ പ്ലാൻ. ഈ പറഞ്ഞ പ്ലാൻ പ്രപ്പോസ് ചെയ്തത് M.N. റോയ് ഓർ നരേന്ദ്രനാഥ് ഭട്ടാചാര്യയാണ്. സോ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഹി വാസ് ദ ഫേമസ് കമ്മ്യൂണിസ്റ്റ് അല്ലേ. ഇന്ത്യയിൽ 1925 CPI രൂപീകരിക്കുമ്പോൾ CPIയുടെ ഫൗണ്ടിങ് മെമ്പർ എന്ന് പറയുന്നത് M.N. റോയ് ആണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മെക്സിക്കോയുടെ വൺ ഓഫ് ദ ഫൗണ്ടറും M.N. റോയ് ആണ്. അതുപോലെ 1934 ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയും M.N. റോയ് ആണ്. സോ അങ്ങനെ വിവിധങ്ങളായ പ്രശസ്തിയുള്ള വ്യക്തിയാണ് M.N. റോയ്. സോ ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ, ജസ്റ്റ് ബേസ്ഡ് ഓൺ മാർക്സിസ്റ്റ് സോഷ്യലിസം ആണ്. നമുക്കറിയാം ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്ലാനിലും ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പ്ലാൻ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് 1944 ലാഹോർ ബേസ്ഡ് ആയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയിലാണ് പീപ്പിൾസ് പ്ലാൻ M.N. റോയ് അവതരിപ്പിക്കുന്നത്. സോ ഈ പറഞ്ഞ പ്ലാൻ പ്രകാരം നാഷണലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആണ് M.N. റോയ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ കാർഷിക മേഖല നാഷണലൈസ് ചെയ്യുക, ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതുപോലെ ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റിൻ്റെ കൈയെടുത്ത് ഉണ്ടാവണം. ഗവൺമെൻറ് എന്ത് ചെയ്യണം, അതിനെ നാഷണലൈസ് ചെയ്യണമെന്നുമാണ് M.N. റോയ് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാനിൽ പ്രപ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന ഇമ്പോർട്ടൻറ്റ് പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. 1944 ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പ്ലാൻ പ്രപ്പോസ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ തയ്യാറാക്കിയ വ്യക്തി S.N. അഗർവാൾ ആണ്, ഓർ ശ്രീമൻ നാരായണ അഗർവാൾ. ഹി വാസ് ദ പ്രിൻസിപ്പൽ ഓഫ് വാർധ കോളേജ്. വാർധ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു S.N. അഗർവാൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഗാന്ധിയൻ പ്ലാനിലെ പ്രധാന ആശയങ്ങൾ, ഗാന്ധിജിയുടെ ഐഡിയൽസ്, ഗാന്ധിജിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞ ഗാന്ധിയൻ പ്ലാനിൽ ഉൾപ്പെടുന്നത്. മെയിൻലി കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ പുനർജീവനം, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയുടെ ഒരു മോർ എംബസിസ്, ഇതെല്ലാം ഗാന്ധിയൻ പ്ലാനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഗാന്ധിയൻ പ്ലാനിൻ്റെ പ്രിഫേസ്, ആമുഖം എഴുതിയ വ്യക്തി മഹാത്മാഗാന്ധിയാണ്. സോ മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയൻ പ്ലാനിൻ്റെ ആമുഖം എഴുതിയതെന്ന് അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ബോഡിയാണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ 1944 സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്നത്. സോ മിനിസ്റ്റർ തലത്തിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിച്ചതെങ്കിലും ഈ പറഞ്ഞ ബോഡി അത് നീണ്ടു നിന്നില്ല. 1946 ആയപ്പോൾ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്യപ്പെട്ടു. സോ ഈ പറഞ്ഞ ബോഡി ചെയർ ചെയ്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോഡിയിൽ ഹെഡായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തത് ആദർശി ദലാൽ എന്ന വ്യവസായിയായിരുന്നു. സോ ഹി വാസ് ആൾസോ വൺ ഓഫ് ദ ലീഡർ ഇൻ ബോംബെ പ്ലാൻ. നോക്കുവാണെങ്കിൽ ബോംബെ പ്ലാനിലെ 8 വ്യവസായികളെ ലീഡ് ചെയ്ത വ്യക്തി ആദർശി ദലാലായിരുന്നു. അതുപോലെ ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഹെഡ് ഓഫ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ 1944. സോ ഇദ്ദേഹത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിൽക്കുന്ന ദലാൽ സ്ട്രീറ്റ് നെയിം ചെയ്തേക്കുന്നത്. സോ ദലാൽ സ്ട്രീറ്റ് വാസ് നെയിംഡ് അണ്ടർ ഹിസ് നെയിം. ആദർശി ദലാൽ എന്ന ആ ദലാലാണ് ദലാൽ സ്ട്രീറ്റ് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലനിൽക്കുന്നത്. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ബോഡി പറയേണ്ടത് 1946 രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഓർ പ്ലാനിംഗ് അഡ്വൈസറി ബോർഡാണ്. സോ ഈ പറഞ്ഞ ബോഡി സെറ്റപ്പ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. ഇടക്കാല മന്ത്രിസഭയാണ് ഈ പറഞ്ഞ 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചത്. ഈ പറഞ്ഞ ബോഡി ചെയർ ചെയ്തത് K.C. നിയോഗി അഥവാ ഷിതീഷ് ചന്ദ്ര നിയോഗി എന്ന വ്യക്തിയാണ്. ഹീസ് ഓൾസോ ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഷിതീഷ് ചന്ദ്ര നിയോഗി അഥവാ K.C. നിയോഗി എന്ന് പറയുന്നത്. സോ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് 1946 രൂപീകരിച്ചു. അത് പിന്നീട് ഇന്ത്യയിൽ കേന്ദ്ര തലത്തിൽ സെൻട്രൽ ലെവലിൽ ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. സോ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞ 1950 രൂപീകരിച്ച ബോഡിയുടെ ജെനസിസ്, അതിൻ്റെ ഫോർമേഷൻ കിടക്കുന്നത് K.C. നിയോഗി ചെയർ ചെയ്ത അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന
കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. സോ വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ്. സോ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് KC നിയോഗി ചെയർ ചെയ്ത അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ 1950 ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. സോ അങ്ങനെ ഇന്ത്യയിലെ ആസൂത്രണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടി ഒരു ബോഡി കേന്ദ്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ടു പിന്നീട്. സോ 1947 നോക്കുകയാണെങ്കിൽ മറ്റൊരു കമ്മിറ്റിയും ഈ ഇടയ്ക്ക് രൂപീകരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ സമയത്ത് എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി എന്നൊരു ബോഡി രൂപീകരിക്കുന്നുണ്ട്. ആൻഡ് എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി വാസ് ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു. സോ നെഹ്റു ആയിരുന്നു ഈ കമ്മിറ്റി ചെയർ ചെയ്തത്. ഈ പറഞ്ഞ കമ്മിറ്റിയും എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റിയും ആദർശ് ദലാൽ പറഞ്ഞ പോലെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡിയുടെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തു, അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സോ അങ്ങനെ രണ്ട് കമ്മിറ്റിയും എന്ത് ചെയ്തു, പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ജെനിസിസ് റെക്കമെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി രൂപീകരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് 1950 മറ്റൊരു പ്രപ്പോസൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സർവോദയ പ്ലാൻ. സർവോദയ പ്ലാൻ പ്രപ്പോസ് ചെയ്തത് ജയപ്രകാശ് നാരായണനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. ഹീസ് ഓൾസോ നോൺ ആസ് ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അതുപോലെ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന നേതാവ് കൂടിയാണ് ജയപ്രകാശ് നാരായണൻ. അതുപോലെ ഇന്ദിരാഗാന്ധിക്കെതിരെ നടന്ന ടോട്ടൽ റെവല്യൂഷൻ നടപ്പിലാക്കിയ വ്യക്തിയും ജയപ്രകാശ് നാരായണനാണ്. സോ ലോക് നായകൻ എന്നൊക്കെയാണ് ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് സർവോദയ പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. സോ സർവോദയ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയൽസ് ഓഫ് 2 മേജർ ലീഡേഴ്സ്. 2 മേജർ ലീഡേഴ്സിന്റെ ഐഡിയൽസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായണൻ ഡെവലപ്പ് ചെയ്തത്. ഒന്ന് മഹാത്മാഗാന്ധി, മറ്റൊന്ന് വിനോബ ഭാവെ. ഇവർ രണ്ടുപേരുടെയും ഐഡിയൽസും ഒബ്ജക്റ്റീവ്സും നടപ്പിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ മേർജ് ചെയ്തുകൊണ്ടാണ് ജയപ്രകാശ് നാരായണൻ സർവോദയ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, വിനോബ ഭാവയെ പറ്റി പറയുകയാണെങ്കിൽ വിനോബ ഭാവെ ഈസ് നോൺ ആസ് ദി സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധി അല്ലേ. ഗാന്ധിയുടെ സ്പിരിച്വൽ സക്സസർ എന്നറിയപ്പെടുന്ന വ്യക്തി വിനോബ ഭാവെയാണ്. അതുപോലെ ഭൂദാൻ മൂവ്മെന്റ്, ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളിയിൽ ഭൂദാൻ മൂവ്മെന്റ് എന്നൊരു മൂവ്മെന്റ് നമ്മുടെ വിനോബ ഭാവെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഹി വാസ് ഫേമസ് ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. സോ അത് നോക്കുകയാണെങ്കിൽ ഈ സർവോദയ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഒന്ന് കാർഷിക മേഖലയുണ്ട്, മറ്റൊന്ന് കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ട്, ലാൻഡ് ഫോംസ് ഉണ്ട്, അതുപോലെ ഫോറിൻ ടെക്നോളജിയോടുള്ള റിലക്റ്റൻസ് ഉണ്ട്. അതായത് സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറുക, ഇന്ത്യ സ്വയം പര്യാപ്തമായി മാറുക, ഫോറിൻ ടെക്നോളജി ഉപയോഗിക്കാതെ സെൽഫ് റിലയൻ്റ് ടെക്നോളജി എന്ത് ചെയ്യുക, ഇന്ത്യ ഉപയോഗിക്കുക. കാർഷിക മേഖലയ്ക്കും കോട്ടൺ ഇൻഡസ്ട്രിക്കും അതുപോലെ ലാൻഡ് ഫോംസിനും ഊന്നൽ കൊടുത്ത് വേണം ഇന്ത്യയിലെ ആസൂത്രണം നടപ്പിലാക്കേണ്ടത് എന്നാണ് സർവോദയ പ്ലാൻ പറയുന്നത്. സോ സർവോദയ എന്ന ടേം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ടേം ആദ്യമായി കോയിൻ ചെയ്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഇംഗ്ലീഷിലൊരു ജേർണൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ആ ട്രാൻസ്ലേഷനിലാണ് സർവോദയ എന്ന ടേം ഗാന്ധിജി ആദ്യമായി ഉപയോഗിക്കുന്നത്. സോ ആ ജേർണൽ എഴുതിയ വ്യക്തി ജോൺ റസ്കിനാണ്. സോ ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന ജേർണൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, ഈ പറഞ്ഞ സർവോദയ എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത്. സോ ആ ടേമാണ് സർവോദയ പ്ലാൻ എന്ന രീതിയിൽ നമ്മുടെ ജയപ്രകാശ് നാരായണൻ പിന്നീട് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. സോ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ചരിത്രമാണ്. സോ വേരിയസ് പ്രപ്പോസൽസ് പറഞ്ഞു, ഏകദേശം 10ഓളം പ്രപ്പോസൽസ്, 10ഓളം ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അങ്ങനെ 1950 ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി രൂപീകരിക്കുകയുണ്ടായി. സോ നമ്മൾ ഇനി നോക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയാണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ, സോ ഇറ്റ് വാസ് ദി സുപ്രീം ഓർഗൻ ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. അതുപോലെ ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും സോഷ്യൽ ഡെവലപ്മെൻറ്റിനും വലിയ പങ്കുവഹിച്ച ഒരു ബോഡി കൂടിയാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഇത് രൂപീകരിക്കുന്നത് 1950 മാർച്ച് 15 അതുപോലെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് യോജന ഭവൻ ന്യൂഡൽഹിയാണ്. അതുപോലെ ദിസ് ബോഡി വാസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ പ്രകാരമാണ് ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ എന്ന ബോഡി രൂപീകരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞ പോലെ ഒരു ബോഡിയല്ല, അതുപോലെ ഒരു നിയമപ്രകാരം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം ഫോം ചെയ്ത ബോഡിയുമല്ല പ്ലാനിംഗ് കമ്മീഷൻ. നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ബോഡീസിനെ സ്റ്റാറ്റ്യൂട്ടറി, കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് തിരിക്കാൻ പറ്റും. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ, ഭരണഘടനാ ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഇവയെ പറ്റി പ്രതിപാദിച്ചിരിക്കും. ഉദാഹരണം,
ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ ഇവയെല്ലാം നമ്മുടെ ഭരണഘടനയിൽ വിവിധങ്ങളായ ആർട്ടിക്കിൾസ് പ്രകാരം, വിവിധങ്ങളായ അനുച്ഛേദം പ്രകാരം പ്രതിപാദിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഇവയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കില്ല. പക്ഷേ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരമായിരിക്കും ഈ ബോഡി രൂപീകരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സോ NHRC രൂപീകരിക്കുന്നത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരമാണ്. സോ ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ. മറ്റൊന്നാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഭരണഘടനയിൽ ഇവയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുമില്ല, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം ഫോം ചെയ്തതുമല്ല. അതാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ. സോ ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ എ ക്യാബിനറ്റ് റെസൊല്യൂഷൻ ആണ്. നമ്മുടെ മന്ത്രിസഭാ തീരുമാനപ്രകാരം ഫോം ചെയ്തൊരു ബോഡി മാത്രമാണ് എന്ത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ഫോംഡ് ആസ് എൻ അഡ്വൈസറി ബോഡിയാണ്. ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന ഒരു ബോഡിയായിട്ടാണ് പ്ലാനിംഗ് കമ്മീഷന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ചെയർ ചെയ്യുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് പ്ലാനിംഗ് കമ്മീഷൻ ചെയർ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ എ പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ എന്നൊരു പോസ്റ്റും കൂടെ ഉണ്ട്. സോ ഡെപ്യൂട്ടി ചെയർമാൻ ഈസ് ദ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പക്ഷെ പറയട്ടെ, 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും 2014 പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്യപ്പെട്ടു. അങ്ങനെ 2015 മുതൽ ഒരു പുതിയ ബോഡി പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് നീതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. സോ പ്ലാനിംഗ് കമ്മീഷൻ വാസ് അബോളിഷ്ഡ് ഓൺ August 17, 2014. സോ നെക്സ്റ്റ് ഈസ് സം ഓഫ് ദ ഫാക്ട്സ് റിലേറ്റഡ് ടു പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ പറഞ്ഞിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. സോ ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ജവഹർലാൽ നെഹ്റു. ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ വാസ് ഉത്സല നന്ദയാണ്. അതുപോലെ ലാസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് നരേന്ദ്രമോദി. ആൻഡ് ദ ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് മുണ്ടേക് സിംഗ് അൽവാലിയ. ഇനി പറയട്ടെ, പ്ലാനിംഗ് കമ്മീഷനെ പാരലൽ ക്യാബിനറ്റ് എന്നും അതുപോലെ ഫിഫ്ത്ത് വീൽ ഓഫ് ദ കോച്ച് എന്നും അറിയപ്പെടാറുണ്ട്. സോ ഒരു ചോദ്യം വേണേ വരാം, വിച്ച് ബോഡി ഓർ വിച്ച് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ആസ് ഫിഫ്ത്ത് വീൽ ഓഫ് എ കോച്ച് ഓർ വിച്ച് ബോഡി ഈസ് കോൾഡ് ആസ് പാരലൽ ക്യാബിനറ്റ്? സോ ആൻസർ വിൽ ബി പ്ലാനിംഗ് കമ്മീഷൻ. സോ ആസൂത്രണ കമ്മീഷനാണ് ഇതിൻ്റെ എല്ലാ ആൻസർ. സോ ഞാൻ അടുത്ത് നോക്കുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ വിവിധങ്ങളായ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ എക്കണോമിക് പ്ലാനിംഗ് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് എ കൺട്രീസ് റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ പ്രയോറിറ്റീസ്. ദേശീയ താല്പര്യങ്ങൾ അനുസരിച്ച്, നാഷണൽ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തെ റിസോഴ്സുകൾ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? വികസനത്തിന് വേണ്ടി. സോ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസോഴ്സുകളെ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന അവസ്ഥയാണ് ഇത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് എക്കണോമിക് ഗ്രോത്ത് ആണ്. എന്താണ്? സാമ്പത്തികമായ വളർച്ച കൈവരിക്കുക അല്ലെങ്കിൽ ദേശീയ വരുമാനം ഉയർത്തുക. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ടു പ്രൊമോട്ട് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ കൺട്രി ഓർ ടു ഇൻക്രീസ് ദ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി. മറ്റൊരു ഒബ്ജക്റ്റീവാണ് മോഡേണൈസേഷൻ. സോ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ സാമൂഹിക തലത്തിലും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ലെവലിലും എന്ത് ചെയ്യണം? ഇന്ത്യയിൽ മോഡേണൈസേഷൻ ഉണ്ടാവണം. സോ ദർ വിൽ ബി മോഡേണൈസേഷൻ ബോത്ത് ഇൻ സോഷ്യൽ ലെവൽ ആൻഡ് ഓൾസോ അറ്റ് ദ ടെക്നോളജിക്കൽ ലെവൽ. മറ്റൊരു ഒബ്ജക്റ്റീവാണ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തമായി നിൽക്കുക. മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റ് രാജ്യങ്ങളെ റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം? ഇന്ത്യയുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റണം? ഇന്ത്യക്ക് സ്വയം പര്യാപ്തമായി നിൽക്കാൻ പറ്റണം, സെൽഫ് റിലയൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ. മറ്റൊന്നാണ് സോഷ്യൽ ജസ്റ്റിസ്, വിച്ച് മീൻസ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. സോ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഗ്രോത്ത് ഷുഡ് ബി റീപ്ഡ് ബൈ ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ആണ്. നമ്മുടെ വികസനത്തിൻ്റെ നേട്ടങ്ങൾ എല്ലാ സമൂഹത്തിലേക്കും എത്തണം. എല്ലാവർക്കും വികസനത്തിൻ്റെ നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എവറി വൺ ഹാസ് ദ റൈറ്റ് ടു ഹാർനസ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ എക്കണോമിക് ഗ്രോത്ത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ ലാഭങ്ങൾ എല്ലാ വ്യക്തികളിലേക്കും, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിത്തമില്ലാതെ എല്ലാവരിലേക്കും വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വികസനത്തിൻ്റെ നേട്ടങ്ങൾ എത്തണമെന്നാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. സോ ദ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി കൺക്ലൂഡ് ആസ് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സോ അടുത്ത നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ മേജർ ക്രിറ്റിസിസം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ്. സോ പ്ലാനിംഗ് കമ്മീഷൻ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സോ ഫസ്റ്റ് മേജർ ക്രിറ്റിസിസം വാസ് ഇറ്റ് വാസ് ക്രിറ്റിസൈസ്ഡ് ആസ് എ സെൻട്രലൈസ്ഡ് ബോഡി. ഞാൻ പറഞ്ഞിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത് നമ്മുടെ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തലത്തിൽ അവിടുത്തെ ക്യാബിനറ്റ് റെസൊല്യൂഷൻ പ്രകാരമാണ് അല്ലെങ്കിൽ
മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. പാർലമെൻറ്റോ അല്ലെങ്കിൽ ഭരണഘടനയോ പറഞ്ഞ പ്രകാരമല്ല ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫോർമേഷൻ. അത് മാത്രമല്ല, പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് യാതൊരുവിധ റോളും ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഫംഗ്ഷൻ്റെ കാര്യത്തിലോ ഇല്ല. സോ ഇറ്റ് വാസ് മോർ ഓഫ് എ സെൻട്രലൈസ്ഡ് ബോഡി, കേന്ദ്രീകൃത ബോഡിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. സോ സെൻറ്ററിന് മാത്രമായിരുന്നു റോള്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് യാതൊരുവിധ റോളുമില്ലായിരുന്നു. അതുപോലെ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള ഇഷ്യൂസ് അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഫോറം പ്ലാനിംഗ് കമ്മീഷൻ ഒരുക്കിയിരുന്നില്ല. സോ ഇറ്റ് വാസ് എൻ ഇൻഎഫക്റ്റീവ് ഫോറം ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഇഷ്യൂസ്. മറ്റൊരു ക്രിറ്റിസിസമാണ് ഇറ്റ് ഡെവലപ്ഡ് എ യൂണിഫോം പോളിസി അല്ലെങ്കിൽ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച്. സോ ഇന്ത്യയിൽ ഒട്ടുക്കാണ് ഒരു പ്ലാൻ നടപ്പിലാക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു റീജിയൻ തലത്തിൽ മാത്രമല്ല പ്ലാൻ നടപ്പിലാക്കിയത്, ഇന്ത്യ ഒട്ടുക്കായിട്ട് ഒരു പ്ലാൻ നടപ്പിലാക്കുകയായിരുന്നു. സോ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച് നോക്കുവാണെങ്കിൽ ഓരോ റീജിയനും ഓരോ ആസ്പിറേഷൻസ് ആയിരിക്കും. ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, ഉത്തർപ്രദേശ് എടുത്തു നോക്കുവാണെങ്കിൽ ഓരോ റീജിയനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും വേണ്ട നീഡ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നെസസിറ്റീസ് വ്യത്യാസമായിരിക്കും. സോ പ്ലാനിംഗ് കമ്മീഷൻ ഒരു യുണീക്ക് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ യുണീക്ക് പ്ലാൻ ഇന്ത്യ ഒട്ടുക്ക് എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. സോ റീജിയണൽ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ റീജിയണൽ തലത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പലപ്പോഴും കഴിയാറില്ല. സോ അതാണ് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ. മറ്റൊന്നാണ് ടാർഗറ്റ്സ് സെറ്റപ്പ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ സീം ടു ബി അൺറിയലിസ്റ്റിക് ആണ്. പലപ്പോഴും പല പ്ലാൻസും ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ ഫിക്സ് ചെയ്ത ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ കഴിയാറില്ല. അതിന് കാരണമായി പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഫിക്സ് ചെയ്ത ഈ പറഞ്ഞ ടാർഗറ്റ്, ഗ്രോത്ത് ടാർഗറ്റ്, അത് പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിരുന്നു. അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആയിരുന്നില്ല എന്ന് പലരും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ക്രിറ്റിസിസം പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് ആൻഡ് ഡൊമൈൻ നോളജ് ഔട്ട്സൈഡ് ദ ബോഡി. അതായത് പ്ലാനിംഗ് കമ്മീഷൻ പുറത്തുനിന്ന് ഒരു അഡ്വൈസ് നേടാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഒപ്പീനിയൻ നേടാനോ പലപ്പോഴും റെസ്ട്രിക്ഷൻ പ്ലാനിംഗ് കമ്മീഷന് മേലെ ഉണ്ടായിരുന്നു. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ വാസ് മോർ ഓഫ് എ ബ്യൂറോക്രാറ്റിക് നേച്ചറാണ്. അതുപോലെ കോൺഫ്ലിക്ട് വിത്ത് ഫിനാൻസ് കമ്മീഷനുണ്ട്. സോ ഫിനാൻസ് കമ്മീഷനും പ്ലാനിംഗ് കമ്മീഷനും പലപ്പോഴും ഒരു തർക്കം ഉണ്ടായിരുന്നു. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ മെയിൻ റോൾ എന്താണ്, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഫണ്ട് അല്ലെങ്കിൽ റിസോഴ്സുകൾ, മെയിൻലി പൈസ എന്ത് ചെയ്യണം, റവന്യൂ എന്ത് ചെയ്യണം, ഡിവല്യൂട്ട് ചെയ്യുക, അത് ഡിവൈഡ് ചെയ്തെടുക്കുക. അതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ. സോ പ്ലാനിംഗ് കമ്മീഷൻ പലപ്പോഴും ഈ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി, ഇവ പറഞ്ഞ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഫണ്ട് കൊടുക്കാനായി സെൻറ്ററിനോട് റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. സോ പലപ്പോഴും ഫിനാൻസ് കമ്മീഷൻ്റെയും പ്ലാനിംഗ് കമ്മീഷൻ്റെയും ഒരു ഒബ്ജക്റ്റീവ്സ് നോക്കുമ്പോൾ പലപ്പോഴും ഒരു ഫണ്ട് ഡിസോൾവിംഗ് പവർ അല്ലെങ്കിൽ ഫണ്ട് ഡിവോൾവിംഗ് പവർ കൂടെ പ്ലാനിംഗ് കമ്മീഷന് അറിയാതെ വന്നു ചേരുന്നുണ്ട്. സോ അങ്ങനെ വന്നു ചേരുമ്പോൾ പലപ്പോഴും പ്ലാനിംഗ് കമ്മീഷനും ഫിനാൻസ് കമ്മീഷനും തമ്മിലൊരു ക്ലാഷ് നമ്മൾ കാണാറുണ്ട്. സോ ഇതാണ് ഓവർലാപ്പിംഗ് ഓഫ് പോളിസി ആൻഡ് ഫിനാൻഷ്യൽ അലോക്കേഷൻസ് പറഞ്ഞത്. സോ ദീസ് ആർ സം ഓഫ് ദ മേജർ ക്രിറ്റിസിസം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ബോഡി പറയേണ്ടത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. സോ NDC 1952 രൂപീകരിക്കുന്നത്. പറയുകയാണെങ്കിൽ August 6, 1952 മന്ത്രിസഭാ തീരുമാനപ്രകാരം രൂപീകരിക്കുന്ന മറ്റൊരു ബോഡിയാണ് NDC. ഇറ്റ് ഈസ് ഓൾസോ എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സോ ഇറ്റ് വാസ് പ്രിസൈഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുപോലെ ഇതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ ഫോർമേഷൻ, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പ്ലാനിംഗ് കമ്മീഷനും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു പാലമായിട്ട്, ഒരു ബ്രിഡ്ജായിട്ടാണ് NDC ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കോമ്പസിഷൻ നോക്കുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ 1967 മുതൽ എല്ലാ യൂണിയൻ മിനിസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ CMs ഓഫ് ഓൾ സ്റ്റേറ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്, അതുപോലെ UTs ഹാവിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് UTs, അതുപോലെ മെമ്പേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ദീസ് ആർ ദ മെമ്പേഴ്സ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. സോ ഇതിൻ്റെ ഒരു ഇനോമസ് സൈസും ഉണ്ട്. പലപ്പോഴും NDCയെ ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്നാണ് വിളിക്കുന്നത്. സോ NDC, വിച്ച് ബോഡി ഈസ് കോൾഡ് ആസ് സൂപ്പർ ക്യാബിനറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി NDC ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇനോമസ് സൈസ് ആണ്. അതുപോലെ നോക്കുവാണെങ്കിൽ കോമ്പസിഷൻ നോക്കുവാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഗവർണേഴ്സ് വരാം അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് വരാം, അതുപോലെ മെമ്പേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എല്ലാം വരാം ഈ പറഞ്ഞ NDCക്കകത്ത്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലാന് അത് ഫൈനലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫൈനലി റിലീസ് ചെയ്ത് നോക്കാം. സോ ആദ്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷനിലെ സ്റ്റാഫ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ നിർദ്ദേശപ്രകാരം, അവർ പറഞ്ഞ ചില ഒബ്ജക്റ്റീവ്സ് പ്രകാരം ഒരു പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. സോ ദ മെമ്പേഴ്സ് ഓർ സ്റ്റാഫ് ഇൻ ദ പ്ലാനിംഗ് കമ്മീഷൻ പ്രപ്പോസ് ഓർ മേക്ക് എ ഡ്രാഫ്റ്റ് പ്ലാൻ. എന്നിട്ട് ഈ പറഞ്ഞ പ്ലാന് നമ്മുടെ ക്യാബിനറ്റ് അയക്കുന്നു. സോ ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു, ക്യാബിനറ്റ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തുന്നു,
അതുപോലെ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ക്യാബിനറ്റ് അയച്ചു. ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നു? ഫൈനലി ഇത് NDCക്ക് അയക്കുന്നു. സോ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനകത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പ്ലാന് പഠിക്കുന്നു, അങ്ങനെ ഫൈനലി അപ്രൂവ് ചെയ്യുന്നു. സോ നോക്കുവാണെങ്കിൽ ദ ഫൈനൽ അപ്രൂവൽ ഓഫ് എ പ്ലാൻ വാസ് ഗിവൺ ബൈ NDC ആണ്. സോ NDC is the final authority to approve the final 5-year plan in India. സോ ഇന്ത്യയിലെ ഒരു പഞ്ചവത്സര പദ്ധതി അവസാനമായി അംഗീകരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി ടു അപ്രൂവ് എ 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ NDC ആണ്. സോ ആദ്യമായി പ്ലാനിംഗ് കമ്മീഷൻ സ്റ്റാഫ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ഒരു പ്ലാൻ തയ്യാറാക്കുന്നു, അത് യൂണിയൻ ക്യാബിനറ്റ് അയക്കുന്നു. യൂണിയൻ ക്യാബിനറ്റ് വേണ്ടത്ര മാറ്റം വരുത്തി അത് NDCക്ക് അയക്കുന്നു. NDC അത് എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ NDC അപ്രൂവ് ചെയ്ത ശേഷം ഈ പ്ലാൻ എന്ത് ചെയ്യുന്നു? പിന്നീട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഒരു 5-year പ്ലാന് നിലവിൽ വരുന്നു. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് അപ്രൂവിങ് ഓർ കമ്മിങ് ഓഫ് എ 5-year പ്ലാൻ എന്ന് പറഞ്ഞാൽ. അടുത്തത് നമ്മൾ നോക്കുന്നൊരു ബോഡിയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. സോ കേരളത്തിൽ എക്കണോമിക് പ്ലാനിങ് പ്രോപ്പർട്ടി നടത്താനും അതുപോലെ കേരള ഗവൺമെൻറ് എക്കണോമിക് പോളിസീസിന് മേലെ റെക്കമെൻഡേഷൻ നൽകാനും വേണ്ടി രൂപീകരിച്ചൊരു ബോഡിയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഇറ്റ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1967 സെപ്റ്റംബർ. സോ 1967 രൂപീകരിച്ചു. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. EMS ഗവൺമെൻറ് സമയത്താണ് 1967 കേരള പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നത്. സോ ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വാസ് EMS നമ്പൂതിരിപ്പാട് and the first vice chairman was M.K. Hamid. The current chairman of Kerala State Planning Board is Pinarayi Vijayan and the current vice chairman is V.K. Ramachandran. So അറിഞ്ഞിരിക്കുക കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എക്കണോമിയെ പറ്റി പൂർണ്ണമായി പഠിക്കുക, അതുപോലെ കേരളത്തിൻ്റെ എക്കണോമിക് ഹിസ്റ്ററി പഠിക്കുന്നതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുക്കുക, നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നിലവിൽ എന്താണ് എക്കണോമിക് ഇഷ്യൂസ് അതിൻ്റെ മേലെല്ലാം അഡ്വൈസ് കൊടുക്കുക, അതുപോലെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുക, അതിനുവേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കുക, അതുപോലെ റെക്കമെൻഡേഷൻ കൊടുക്കുക, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ബോഡീസിൻ്റെ ഫങ്ഷൻസ് അതിനുമേൽ റെക്കമെൻഡേഷൻ കൊടുക്കുക. സോ മെയിൻലി എന്താ? എക്കണോമിയാണ്. സോ സ്റ്റേറ്റിൻ്റെയും പഞ്ചായത്ത് ബോഡീസിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ എക്കണോമിക് ഇഷ്യൂസ് അല്ലെങ്കിൽ എക്കണോമിക് റെക്കമെൻഡേഷൻ നൽകുന്ന ഒരു ബോഡിയാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഇറ്റ് ആൾസോ റിലീസസ് എ റിപ്പോർട്ട് കേരള എക്കണോമിക് റിവ്യൂ. ഇത് റിലീസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. സോ ഇറ്റ് ആൾസോ ഡ്രാഫ്റ്റ് 5-year പ്ലാൻസ്. നമ്മുടെ 2017 വരെയായിരുന്നു അവസാനത്തെ 5-year പ്ലാൻ. അതിനുശേഷവും എന്ത് ചെയ്യുന്നുണ്ട്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 5-year പ്ലാൻ നടപ്പിലാക്കുന്നുണ്ട്. നിലവിലിപ്പോൾ 13th 5-year പ്ലാനാണ് നടപ്പിലാക്കുന്നത്. സോ കറണ്ട് 5-year പ്ലാൻ ഇൻ കേരള ഈസ് 13th 5-year പ്ലാൻ അറിഞ്ഞിരിക്കുക. 2017 മുതൽ 2022 വരെയാണ് ഈ പറഞ്ഞ 13th 5-year പ്ലാന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നടപ്പിലാക്കുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് വേരിയസ് ബോഡീസ് റിലേറ്റഡ് ടു പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ദ ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. സോ അടുത്ത് നമ്മൾ നോക്കുന്നത് സം ഓഫ് ദ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആര്? സോ ഓപ്ഷൻ A ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ B വിശ്വേശ്വരയ്യ, ഓപ്ഷൻ C മഹാത്മാഗാന്ധി, ഓപ്ഷൻ D BR അംബേദ്കർ. സോ ഞാൻ പറഞ്ഞിരുന്നു വിശ്വേശ്വരയ്യ പ്ലാൻ എന്താ പറയുന്നത്? ഒരു 10-year പ്ലാൻ പറയുന്നത്, ഒരു പഞ്ചവത്സര പദ്ധതിയല്ല. സോ അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യയിൽ എക്കണോമിക് പ്ലാനിങ് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ 5-year പ്ലാൻ തുടങ്ങി കുറിച്ചത് ആരാണ്? ഇറ്റ് വാസ് ജവഹർലാൽ നെഹ്റു. സോ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച ശേഷമാണ്. 1951 മുതൽ 56 വരെയാണ് ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത്. സോ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻ A ജവഹർലാൽ നെഹ്റു ആണ്. സോ A will be the correct answer. Second question, Niti Aayog, the new name of Planning Commission, established in the year option A 2010, B 2012, option C 2014, option D 2015. So answer will be 2015. 2014 ഓഗസ്റ്റ് 17 പ്ലാനിംഗ് കമ്മീഷൻ അപ്ലോഡ് ചെയ്യുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് രൂപീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. സോ ഓപ്ഷൻ A സാമ്പത്തിക കേന്ദ്രീകൃത ആസൂത്രണ കമ്മീഷൻ, ഓപ്ഷൻ B നീതി ആയോഗ്, ഓപ്ഷൻ C ജനകീയ ആസൂത്രണം, ഓപ്ഷൻ D അമൃത് പദ്ധതി. സോ ആൻസർ വിൽ ബി B ആണ്. നീതി ആയോഗ് ആണ് പ്ലാനിംഗ് കമ്മീഷന് പകരം രൂപീകരിച്ച ബോഡി. സോ ആസൂത്രണ കമ്മീഷൻ മീൻസ് പ്ലാനിംഗ് കമ്മീഷൻ. ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ഇൻ ദ ഇയർ 2015. So let us practice some practice questions from this area. First question, who was appointed as the head of Planning and Development Department
set up by the British government in the year 1944. 1944-ൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ചെയ്ത വ്യക്തി ആരാണെന്നാണ്. ഓപ്ഷൻ എ ജോൺ മത്തായി, ഓപ്ഷൻ ബി ആദിശ്രീ ദലാൽ, ഓപ്ഷൻ സി എൻ ആർ ശങ്കർ, ഓപ്ഷൻ ഡി കെ സി നിയോഗി. ആൻസർ വിൽ ബി ആൻസർ ബി ആദിശ്രീ ദലാൽ. സോ ആദിശ്രീ ദലാൽ ആയിരുന്നു 1944-ൽ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്ത വ്യക്തി. Second question, what was the theme of National Engineers Day for the year 2020? So option A, Engineering Challenges for Knowledge Era. Option B, Engineering for Change. Option C, Engineers for a Self-Reliant India. Option D, Sustainability and Engineering. So ഞാൻ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും അതിൻ്റെ തീംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 15 ആണ്. 2020-ലെ നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേയുടെ തീം എഞ്ചിനീയേഴ്സ് ഫോർ എ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ആണ്. സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ് പ്ലാനിംഗ് പ്രപ്പോസൽസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതുപോലെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നിവയാണ്. അതുപോലെ മുൻകാലങ്ങളിൽ PSC ചോദിച്ച ചില ചോദ്യങ്ങളും അതുപോലെ ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. That's all for now. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.